ഞാൻ ഇന്നൊരു ട്രഡീഷണൽ കേരള സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അരിയുണ്ട. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് അമ്മമാരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. ഇപ്പോൾ അത് വളരെ കുറവാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ പാലക്കാട് മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ ചോറ് വെക്കുന്ന അരി. ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അരി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. കഴുകിയതിന് ശേഷം നമുക്കിതെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഇളക്കിയാൽ മതി. അരി നന്നായിട്ട് വറുത്തെടുക്കണം. കരയാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ അരിയുടെ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് ആ ഒരു പാകം എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പം അരിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അരിയൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കലും ഇത് ഇവിടെ ഇട്ടിട്ട് പോവരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് അരി വറുത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ അരി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇളക്കുമ്പോൾ നല്ല കിലുങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് അരി വറുത്തതിൻ്റെ ഒരു കറക്റ്റ് പരിഭവം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അരി നന്നായിട്ട് വറുത്ത് കിട്ടിയില്ലെങ്കിൽ പൊടിക്കാൻ പാടായിരിക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇത്രയും കാഷ്യൂ നട്ട്സ് ആ സെയിം ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് നമുക്ക് കൂടുതൽ ചേർക്കാം. അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ ശർക്കരയൊക്കെ ആ തേങ്ങയിൽ ശരിക്കും അലിഞ്ഞ് ചേരണം. അതേപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കോഴ്സായിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. കാഷ്യൂ നട്ട്സ് ഇടയിൽ കടിക്കുന്നതായാലും നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അരി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി പൊടി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ശർക്കരയും അരിയും ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഒറ്റയടിക്ക് തന്നെ അരിപ്പൊടിയിലേക്ക് എല്ലാ ശർക്കര ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ ശർക്കരയിലേക്ക് കുറേശ്ശെ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടണ പാകമാണെങ്കിൽ നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റിയ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിൽ ഏലക്കയുടെ പൊടി ചേർക്കാൻ ആഗ്രഹമുള്ളവർ ചേർത്ത് കൊടുക്കുക. ബട്ട് എനിക്ക് പേഴ്സണലി ഈ ശർക്കരയും തേങ്ങയും ഈ അരിപ്പൊടിയുടെ ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കര കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് ഇത്ര ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായിട്ടാണ് നമുക്ക് കിട്ടുക. അങ്ങനെ എനിക്കിവിടെ 15 അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.